ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് മോഡ്യൂളായ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ടൂൾസ് ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് ഈസ് ക്രിട്ടിക്കൽ ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഡിസിഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ ന്യൂമറസ് ഫാക്ടേഴ്സ് ആൻഡ് അൺസർട്ടനിറ്റി ഓഫൺ കം ഇൻ ടു പ്ലേ. ഇതൊരു പ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് വളരെയധികം ഒരു ഓർഗനൈസേഷനിൽ പ്രധാനപ്പെട്ട പങ്കുവയ്ക്കുന്നു. അത് പലതരം ഫാക്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നമ്മൾ ഇതൊക്കെ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. വെർ അണ്ടർസ്റ്റാൻഡിങ് സ്റ്റാറ്റിസ്റ്റിക്സ് ബിക്കം ഇമ്പോർട്ടൻറ്റ്. ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നവർ കുറച്ചും കൂടി ഈസി ആയിട്ട് ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ സാധിക്കുന്നു. അടുത്തത് ബേസിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ. കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഓൾറെഡി നമ്മൾ ഇത് 11th 12th പഠിച്ചതാണ്. അതായത് മീൻ മീഡിയൻ മോഡൊക്കെ പഠിച്ചിട്ടുണ്ട്. നമുക്കൊന്നും കൂടി നോക്കാം. Measures of central tendency. Measures of central tendency is a powerful tool that can be used to make informed decision in a wide variety of context. Central tendency provide a way to summarize large data set and identify the pattern that might not be immediately apparent. അതായത് ഇതിപ്പോൾ നമുക്ക് കിട്ടുന്ന ഡാറ്റാസിനെ എത്ര വലിയ ഡാറ്റ ആയാലും അതിനെ സമ്മറൈസ് ചെയ്യാനും അതിനെ ബ്രീഫ് ചെയ്യാനും സഹായിക്കുന്നു. ഡാറ്റയുടെ പാറ്റേൺസ് അല്ലെങ്കിൽ അതിൻ്റെ ട്രെൻഡ്സ് ഇതൊക്കെ തിരിച്ചറിയാനായിട്ട് ഈ ഒരു ടൂൾസ് മൂലം സഹായിക്കുന്നു. അതിൽ വരുന്നതാണ് മീൻ മീഡിയൻ മോഡ്. ദ മീൻ ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഒരു സെൻട്രൽ ടെൻഡൻസിയിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് മീൻ. The mean is arithmetic average of data set calculated by adding up all the values and dividing the number of values. അത് ഒരു ഡാറ്റ എത്ര ഡാറ്റയാണോ, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ 10, 20, 30, 40, 50 ഇതാണ് ഒരു എക്സാമ്പിൾ എന്ന് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 10 + 20 + 30 + 40 + 50 ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ നമ്പർ എത്രയാണ് 1, 2, 3, 4, 5 ഡിവൈഡഡ് ബൈ 5. ഇതായിരിക്കും ഇതിൻ്റെ മീൻ എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ ഡാറ്റ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്, അതായത് നമ്പർ അതിൻ്റെ, അതായത് നമ്മൾ ആവറേജ് ഒക്കെ കണക്കാക്കുന്നത് പോലെ ഇങ്ങനെയാണ് ഒരു മീൻ കണക്കാക്കുന്നത്. ഇറ്റ് ഈസ് ഈസി ടു കാൽക്കുലേറ്റ് ആൻഡ് പ്രൊവൈഡ് എ ഗുഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഓവറോൾ വാല്യൂ ഓഫ് ഡാറ്റ. ഒരു ഡാറ്റയുടെ ഓവറോൾ റെപ്രസെൻറ്റേഷന് ക്ലിയർ കട്ടായിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ ഇതുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നു. എന്നാൽ എപ്പോഴും അത് ശരിയായിക്കൊള്ളുന്നില്ല എല്ലാ കേസസിലും. ഇറ്റ് ഈസ് സെൻസിറ്റീവ് ടു എക്സ്ട്രീംസ് വിച്ച് ക്യാൻ ബി സ്ക്രൂ ദ റിസൾട്ട്. ഫോർ എക്സാമ്പിൾ, ഇഫ് വി ഹാവ് എ ഡാറ്റ set of salaries and one executive has an unusually high salary, the mean will be affected the value. ഇപ്പോൾ സാലറി ഇപ്പോൾ ഏകദേശം എല്ലാം ഒരേപോലെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് വിഷയമില്ല, ഈ മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നാൽ ഒരു എക്സിക്യൂട്ടീവിന് യൂഷ്വലായിട്ടുള്ളതിനേക്കാട്ടും ഹൈ സാലറി ആണെങ്കിൽ അവിടെ അത് വർക്കൗട്ട് ആവില്ല. അടുത്തതാണ് മീഡിയൻ. The median is a good measure of central tendency when there are abnormal value in the data set. The median is the middle value of the data set when the values are arranged in order. ഈ മീഡിയൻ എന്താണ്? മീഡിയൻ എന്ന് പറയുമ്പോൾ മീഡിയൻ ആണെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ കുറച്ച് നമ്പേഴ്സ് എടുക്കാം. കുറച്ച് നമ്പേഴ്സ് എടുത്തു. ഇനി ഇതിൻ്റെ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ ഇതിനെ എഴുതുക. അസെൻഡിങ് ഓർഡറിൽ എഴുതുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെറുത് മുതൽ വലുത് വരെ എഴുതുക. 15, 18. എന്നിട്ട് ഇതിലും മിഡിൽ വരുന്ന നമ്പർ ഏതാണ്? 12. ഈ 12 ആണ് ഇതിൻ്റെ മീഡിയൻ. അങ്ങനെയാണ് മീഡിയൻ കണക്കാക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂ ആൻഡ് പ്രൊവൈഡ് എ ബെറ്റർ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ടിപ്പിക്കൽ വാല്യൂ ഓഫ് ദ ഡാറ്റ. ഫോർ എക്സാമ്പിൾ, ഇഫ് വി ഹാവ് ഡാറ്റ സെറ്റ് ഓഫ് സാലറീസ് ആൻഡ് എക്സിക്യൂട്ടീവ് ഹാസ് an unusual high salary, the median will not be affected this value. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ കേസിലും കറക്റ്റ് ആവണമെന്നില്ല. അടുത്തതാണ് മോഡ്. മോഡ് എങ്ങനെയാണ് കണക്കാക്കുക? മോഡ് ഈസ് ദ യൂഷ്വൽ വെൻ വി വാണ്ട് ടു നോ ദ മോസ്റ്റ് കോമൺ വാല്യൂ ഇൻ ദ ഡാറ്റാ സെറ്റ്. മോഡ് ഈസ് ദ മോസ്റ്റ് കോമൺ വാല്യൂ ഇൻ ദ ഡാറ്റാ സെറ്റ്. ഇറ്റ് ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂ ആൻഡ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് നോമിനൽ ഓർ കാറ്റഗറീസ് ഡാറ്റ. അതായത് മോഡ് എന്താണ് പറഞ്ഞാൽ നമ്മൾ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്ന നമ്പേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഡാറ്റ, അതായത് ഇപ്പോൾ 2, 4, 5, 6, 5, 8, 5 ഇങ്ങനെ വരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ഏതാ വരുന്നത്? 5. അപ്പോൾ ഇതാണ് മോഡ്. ഇറ്റ് മേ നോട്ട്
a good representation of overall value of the data, especially if there are several values with similar frequency. Similar frequency ആയിട്ടുള്ള കുറേ വാല്യൂസ് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ശരിയായിക്കൊള്ളണമെന്നില്ല, നല്ല പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടില്ല. Central tendency should always be used in conjunction with other statistical measures. While measuring like the mean, median and mode can provide valuable insight into a data set, they are not only the measures that matter. Standard deviation, variation and other statistical measures can help to provide better picture of the data. അതായത് ഒരു സെൻട്രൽ ടെൻഡൻസി, അതായത് മീൻ, മീഡിയൻ, മോഡ് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലാതെ മറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് മെഷേഴ്സിൻ്റെ കൂടെ ഉപയോഗിച്ചാൽ മാത്രമേ അതൊരു ഡാറ്റ പൂർണ്ണമായിട്ടുള്ള ഒരു വിവരണം കിട്ടുകയുള്ളൂ. അതിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്, അങ്ങനത്തെ ഡാറ്റയിലെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനും അതിൻ്റെ ഗുണങ്ങൾ അറിയാനും ഒക്കെ ഇത് സഹായിക്കുന്നു. Central tendency can be used to identify abnormal values and other anomalies in the data set. അതായത് ഇത് അബ്നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള മൂല്യങ്ങൾ കണ്ടെത്താനായിട്ടിത് സഹായിക്കുന്നു. മീഡിയൻ അല്ലെങ്കിൽ മോഡ് വളരെ അടുത്ത് നിൽക്കുമ്പോഴും മീൻ വളരെ വ്യത്യസ്തമായാൽ അതിൻ്റെ വ്യത്യാസം ആ ഡാറ്റയിൽ പ്രതിഫലിക്കുന്നു. Central tendency can be used to make prediction about future outcome. ഒരു ഭാവി പ്രവചിക്കാൻ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എന്താണ് എത്രയാണ് അതിനെ പ്രവചിക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഇഫ് എ കമ്പനി നോ ദാറ്റ് മീഡിയൻ സെയിൽ ഫിഗർ ഫോർ എ ഗിവൺ പ്രൊഡക്റ്റ് ഈസ് 10 lakh, they can use the information to make prediction about how much revenue they will generate in the future. അതൊരു കമ്പനിക്ക് ഇത്ര രൂപ ഭാവിയിൽ കിട്ടും എന്ന് നമുക്ക് അറിയാമെങ്കിൽ അല്ലെങ്കിൽ അത് നമ്മൾ ഒരു അസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വരുമാനം നമുക്ക് കണക്കാക്കാൻ സഹായിക്കുന്നു. It is important to remember that central tendency is just one tool in the decision making process. Ultimately, the best decision come from combination of data analysis, expert judgment and other factors. ഈ ഒരു സെൻട്രൽ ടെൻഡൻസി മാത്രം കൊണ്ട് ഒരു നല്ല ഡിസിഷൻ എടുക്കാൻ സാധിക്കില്ല. അല്ല, അതിൽ എന്തൊക്കെ വേണം, നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്യണം, പ്രോപ്പറായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് വേണം. ഇതെല്ലാം ഒരു ഡിസിഷൻ മേക്കിങ്ങിന് അത്യാവശ്യമാണ്. നെക്സ്റ്റ് വൺ, മെഷർ ഓഫ് ഡിസ്പേർഷൻ. എന്താണ് മെഷർ ഓഫ് ഡിസ്പേർഷൻ? ഡിസ്പേർഷൻ മെഷർ ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ ഐറ്റംസ് വേരി ഫ്രം ദ സെൻട്രൽ വാല്യൂ. ഒരു ഐറ്റം സെൻട്രൽ വാല്യൂവിൽ നിന്നും എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അതായത് നമ്മൾ സെൻട്രൽ ടെൻഡൻസി പറഞ്ഞ മീൻ, മീഡിയൻ, മോഡൽ, അതിൽ നിന്നും ഒരു ഐറ്റം എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. The measures of dispersion provide an average of the difference of various items from an average. ഒരു ഡാറ്റ സെറ്റിലെ മൂല്യങ്ങൾ അതിൻ്റെ ആവറേജിൽ നിന്നും എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. There are also several measures of dispersion. അത് ഏതൊക്കെയാണ്? റേഞ്ച്, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. റേഞ്ച് എന്താണ്? The range is the simplest measure of dispersion. ഏറ്റവും ലളിതമായ അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള മെഷറാണ് റേഞ്ച്. It is easy to calculate and provide a quick indication of how spread out the data is. അതായത് ഇതിൽ ഏറ്റവും എളുപ്പത്തിൽ ഡാറ്റ എത്രത്തോളം അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നു. However, it is sensitive to extreme values and does not take into account the distribution of the data. പക്ഷെ അതിൻ്റെ എക്സ്ട്രീം വാല്യൂസിനെ അത് ബാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, വേരിയൻസ്. എന്താണ് വേരിയൻസ്? വേരിയൻസ് ഈസ് മോർ കോംപ്ലിക്കേറ്റഡ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെഷറാണ് അല്ലെങ്കിൽ സങ്കീർണമായിട്ടുള്ള ഒരു മെഷറാണ് വേരിയൻസ്. ഇറ്റ് ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഡാറ്റ ആൻഡ് പ്രൊവൈഡ് മോർ ആക്യുറേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഹൗ സ്പ്രെഡ് ഔട്ട് ദ ഡാറ്റ ഈസ്. ഡാറ്റയുടെ വിതരണം കൂടുതൽ കൃത്യമായിട്ട് അതിനെ കണക്കാക്കാൻ സഹായിക്കുന്നു. റേഞ്ചിനേക്കാളും കൃത്യത കൂടുതലുള്ളതുമാണ്, ആക്യുറേറ്റ് ആയിരിക്കും, പക്ഷെ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് വൺ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. The standard deviation is the most commonly used measure of dispersion. ഒരു മെഷർ ഓഫ് ഡിസ്പെർഷനിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇറ്റ് ഈസ് എ ഗുഡ് ഇൻഡിക്കേറ്റർ ഓഫ് ഹൗ സ്പ്രെഡ് ഔട്ട് ദ ഡാറ്റ ഈസ് ആൻഡ് ഈസ് ഈസി ടു interpret. Standard deviation in a statistical measures that reveal the amount of variation of dispersion in a set of value. Standard deviation is useful to make decision in the following areas. ഏതൊക്കെ ഏരിയസിലാണ് അത് കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആവുക? റിസ്ക് അസസ്മെൻറ്റ്, predictive analysis and business strategy. In finance, the standard deviation is often used to quantify the volatility
volatility or risk associated with an investment. അതായത് ഒരു ഫിനാൻഷ്യൽ രംഗത്ത് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക രംഗത്ത് നിക്ഷേപങ്ങളിലെ സ്ഥിരത എത്രത്തോളം അത് സ്ഥിരമാണ് അതിനെക്കുറിച്ച് വിലയിരുത്താനായിട്ട് സഹായിക്കുന്നു. പ്രെഡിക്റ്റീവ് അനാലിസിസിൽ എന്താ വരുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 8 predictive analysis. In scientific research, business or even weather forecasting, it's crucial to predict future trend based on historical data. അതായത് ഹിസ്റ്റോറിക്കൽ ഡാറ്റാസ് അല്ലെങ്കിൽ ചരിത്രപരമായ ഡാറ്റാസിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്യൂച്ചർ പ്രവചനങ്ങൾ നടത്താൻ സഹായിക്കുന്നു. നെക്സ്റ്റ് വൺ ബിസിനസ് സ്ട്രാറ്റജി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ can also assist business leaders evaluating and performance metrics. അതായത് ഒരു സെയിൽസ് അല്ലെങ്കിൽ ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് അതിൻ്റെ സ്ഥിരതയുണ്ടോ അല്ലെങ്കിൽ അതിന് വ്യത്യാസങ്ങളുണ്ടോ എന്ന് വിലയിരുത്താനായിട്ട് സഹായിക്കുന്നു. By calculating the standard deviation of sales, customer feedback or employees' performance, managers can identify their teams and consistently achieving goals or if there is significant variability. മാനേജർക്ക് ഇതിൻ്റെ സഹായത്തോടുകൂടി അവരുടെ ലക്ഷ്യങ്ങൾ കൃത്യമായിട്ട് കൈവരിക്കാൻ സഹായിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഡിസ്പേർഷൻ മെഷേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഒരു ഡാറ്റയിൽ എന്തൊക്കെ ഡീവിയേഷൻസ് ഉണ്ട് മനസ്സിലാക്കാനും അതിന് ഭാവി പ്രവചിക്കാനും അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള അനാലിസിസ് ആയിട്ട് തീരുമാനം എടുക്കാനും ഇതുകൊണ്ട് നമുക്ക് സഹായിക്കുന്നു.